പാളയം ജുമാ മസ്ജിദിന്റെ ഈദ് നമസ്കാരം പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്നു. പാളയം ഇമാം VP സുഹൈബ് മൗലവി നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ വന്ന നിരീക്ഷണങ്ങൾ ആശ്വാസം നൽകുന്നുവെന്നും നിയമവ്യവസ്ഥയിലും ഭരണഘടനയിലും പ്രതിഷേധിച്ച് ആവശ്യമായ നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെടണമെന്നും പാളയം ഇമാം പറഞ്ഞു. അത് അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമായത്. ഒന്നാമതായി സുപ്രീം കോടതി പറഞ്ഞത് രജിസ്ട്രേഷൻ മൂലമോ ഉപയോഗത്തിലൂടെയോ അഥവാ വഖഫ് ബൈ യൂസർ മറ്റേതെങ്കിലും നിലക്കോ വഖഫായി കണക്കാക്കുന്ന വസ്തു ഡീനോട്ടിഫൈ ചെയ്തുകൊണ്ട് വഖഫ് അല്ലാതാക്കരുതെന്നാണ്. രണ്ടാമതായി സുപ്രീം കോടതി ഇടക്കാലത്ത് വെച്ച് പറഞ്ഞത് കളക്ടർമാർ വഖഫിൽ അന്വേഷണം നടത്തുമ്പോ പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം യാതൊരു നടപടിയും സ്വീകരിക്കരുത് എന്നായിരുന്നു. മൂന്നാമതായി പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ച മൗലവി സൈനിക നടപടിയെ പ്രശംസിക്കുകയും ചെയ്തു. ഭീകരാക്രമണത്തെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല സഹോദരങ്ങളെ. കശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളായ മനുഷ്യർ നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെട്ട സാഹചര്യമുണ്ടായി. പൈശാചികം, മനുഷ്യത്വരഹിതം എന്ന് ഇത്തരം സംഭവങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഭീകരാക്രമണത്തെ അതിശക്തമായിട്ട് ഈ പെരുന്നാൾ മൈതാനിയിൽ വെച്ച് നാം വീണ്ടും അപലപിക്കുകയും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും വേദനയിലും നമ്മൾ പങ്കുചേരുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യരെ അന്യായമായി വധിക്കുന്നത് പൈശാചികമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞതാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. അന്യായമായിട്ട് ആരെങ്കിലും ഒരു മനുഷ്യനെ വധിച്ചാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമായ ക്രൂരതയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യനെ പോലും അന്യായമായി വധിക്കാൻ പാടില്ല. അങ്ങനെ വധിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമായ ക്രൂരതയാണ്, അക്രമമാണ് അയാൾ ചെയ്തിട്ടുള്ളത്.